ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ എവിക്ഷൻ ആരായിരിക്കും അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും എന്നതിനെ പറ്റി ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നന്ദന സായി ഇവർ രണ്ടുപേരുമാണ് ഈ ആഴ്ച പുറത്തായിരിക്കുന്നതെന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചത്. ഡബിൾ എവിക്ഷൻ ആണ്. ഷൂട്ടൊക്കെ അവസാനിച്ചു. നന്ദന ഇന്നും സായി നാളെയും ആ രീതിയിലാണ് നമ്മൾ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡബിൾ എവിക്ഷൻ എക്സ്പെക്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നു. നന്ദനയുടെ ഗെയിം പരിശോധിച്ച് കഴിഞ്ഞാൽ നന്ദന ആദ്യം ഒരു ഫയർ വിതറിയിട്ടാണ് ഹൗസിനകത്തേക്ക് വൈൽഡ് കാർഡായിട്ട് കയറിയത്. ഹൗസിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫയർ പയ്യെ കെട്ട് തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ആങ്ങളമാരാൽ ചുറ്റപ്പെട്ട ഒരു അനിയത്തിക്കുട്ടിയായി മാറി. നന്മയുടെ നിറകുടവും കാന്താരിയും കലിപ്പത്തിയും ഒക്കെ ആയിട്ടുള്ള ഈ അനിയത്തിക്കുട്ടി പ്രേക്ഷകർക്ക് വെറും അരോചകവും ഇറിറ്റേറ്റിങ്ങും ആയി തുടങ്ങി ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ജാസ്മിനെ പുകച്ചു പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ മുഴക്കി പോയിട്ട് 1% പോലും ഓഡിയൻസ് ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാതെ കളിച്ചൊരു മത്സരാർത്ഥിയാണ് നന്ദന. നന്ദനയ്ക്ക് ഒരു ഗെയിം ചേഞ്ചറൊക്കെ ആവാമായിരുന്നു. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. സായിയും സിജോയും ആങ്ങളമാരായിട്ട് നന്ദനയുടെ മുന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നന്ദന തകർത്ത് വാരിയേനെ. പക്ഷെ തങ്കച്ചിപ്പാസത്തിനൊന്നും പണ്ടത്തെ പോലെ വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്ന് ഇപ്പോഴത്തെ കാലത്ത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമിനകത്ത് ഇൻഡിവിജ്വൽ ഗെയിമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നന്ദന പുറത്താവാൻ കാരണമായിട്ട് ഞാൻ നോക്കി കാണുന്നത്. സായിയാണ് ഈ ആഴ്ചത്തെ അടുത്ത എവിക്ഷൻ. സായിയെ കുറിച്ച് എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയത്തില്ല. എന്നാലും പറഞ്ഞല്ലേ ഒക്കത്തുള്ളൂ. മുൻവിധികളെ എല്ലാം പൊളിച്ചടുക്കിയ ഒരു കിടിലൻ ഗെയിമറാണെന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മളൊക്കെ പുള്ളിയെ അത്രയധികം ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ്. പുള്ളി ഒരു അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആവുമെന്നാണ് പ്രതീക്ഷിച്ചത് കയറിയ ദിവസം. പക്ഷെ സായി അത്രയ്ക്കൊന്നും അവിടെ കളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പുള്ളിയുടെ പാർട്ട്ണറും സുഹൃത്തുക്കളും വരെ എടുത്തിട്ട് ഊക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്. അങ്ങനെയാണ്. അതാണ് ഇപ്പോഴത്തെ സായിയുടെ അവസ്ഥ. സായിയുടെ ഗെയിം അനലൈസ് ചെയ്യുന്ന സമയത്ത് ചെന്ന് കയറിയ പാടെ ഏജന്റ് പണി ഇറക്കി പണിഷ്മെന്റ് മേടിച്ച് കിട്ടി ലാലേട്ടന്റെ കയ്യിൽ നിന്ന്. അത് സ്റ്റേജ് 1 ആണ് കേട്ടോ. ഏജന്റ് അവിടെ മരിച്ചു, അത് കഴിഞ്ഞ് ഏജന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കണ്ട അവതാര പിറവിയെ അല്ല പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് പുതിയ അപരാധമാണ്, കണ്ണൻ സ്രാങ്ക് ആണ്, സായി കൃഷ്ണനാണ്, ഹാപ്പി സോൾ ആണ്, നന്മമരമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ സഹതാപ വോട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഈ ഒരു നന്മമരം കളിച്ചിട്ടുള്ള ഒരു സാധനം. അതും പാളിപ്പോയി. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. സിജോ വന്നപ്പോൾ മുതൽ അയാളെ മറ്റേ വേതാളം പിടികൂടിയിരിക്കുന്നത് പോലെ പിടികൂടി. ഒടുക്കത്തെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും റിവ്യൂ പറച്ചിലും. അപ്പം അതിനെ നമുക്ക് വേണമെങ്കിൽ അത് ഏത് അവതാരമാണെന്നൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് വേണേൽ ശകുനി എന്ന് വെറുതെ ഒരു പേരിട്ട് വിളിക്കാം, ശകുനി. പിന്നെ നന്ദന ഇവരുടെ ഗ്യാങ്ങിലായി. ഇവർ ആങ്ങളമാരും കുഞ്ഞിപ്പങ്ങളും ആയിട്ട് കളിക്കാൻ തുടങ്ങി. പാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സായിയുടെ പാസം കണ്ട് സ്വന്തം ഭാര്യ വരെ തലയിൽ കൈയും വെച്ചിരിക്കുന്ന ലെവല് ക്രിഞ്ചേഷ് കുമാർ ആയിരുന്നു സായിയുടെ ഈ ഒരു പാസം, തങ്കച്ചി പാസം. മത്സരത്തിൽ പോലും വിട്ടുകൊടുക്കുന്ന ലെവല് തോന്നിയാസവും മണ്ടത്തരവും സായി കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രേക്ഷകരും ഇങ്ങനെ ഒരാൾ അവിടെ വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇതിനിടയ്ക്ക് പുറത്താവാതിരിക്കാൻ ആശാന്റെ വേറൊരു അടവൊക്കെ ഉണ്ടായിരുന്നു, നമ്പരൊക്കെ ഉണ്ടായിരുന്നു. ഇൻഡോയെ ഞാൻ ബോംബെറിഞ്ഞ് കൊല്ലും, അയാളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോംബ് ഇന്നലെ പെയ്ത മഴയിൽ ഒലിച്ചുപോയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ ഗുണ്ട് അതായിരുന്നു സായി കൃഷ്ണൻ. അയാളെ കൊണ്ടൊന്നും പറ്റുന്ന പണിയൊന്നും അല്ല ഇതെന്നുള്ളത് തെളിയിച്ചു. ഓപ്പൺ മൈൻഡോടെ മത്സരത്തെ മത്സരമായി കാണുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ അറിയാവുന്നവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഷോയാണ്. അതുകൊണ്ടാണ് 100 ദിവസം തികയ്ക്കാതെ സായി പുറത്തായിരിക്കുന്നത്. ഒരു അത്ഭുതവുമില്ല. എന്തായാലും നന്ദന, സായി എന്നിവരാണ് പുറത്തായിരിക്കുന്നത്. ഏട്ടായിക്കും അനിയത്തിക്കും പുറത്തേക്ക് സ്വാഗതം. ബോർഡിലൊക്കെ കണ്ടതും അറിഞ്ഞതും ഒക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവരായിരിക്കും പുറത്തേക്ക് പോകുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്